തീവ്രവാദത്തിന് പിന്നിൽ മതമാണ് എന്ന് പറയുന്നവർക്കുള്ള മറുപടി ഓർക്കുക. തീവ്രവാദത്തിന് പിന്നിൽ മതമല്ല, രാഷ്ട്രീയമാണ്. മഹാത്മാഗാന്ധിയെ കൊന്നവർ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നവർ സിഖുകാരല്ല, സിഖ് തീവ്രവാദികൾ അഥവാ ഖാലിസ്ഥാനി തീവ്രവാദികളാണ്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കൊന്നവർ തമിഴന്മാരല്ല, പകരം LTTE തീവ്രവാദികളാണ്. അജ്മൽ അമീർ കസബും ഒസാമ ബിൻ ലാദനും മുസ്ലിങ്ങളല്ല, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ്. പെട്ടെന്ന് ആരിഫ് ഹുസൈനുള്ള മറുപടി. അതെ, അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് അല്ല പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ. അങ്ങനെ വിശ്വാസി അല്ലാത്തവനെ കൊല്ലാനായിരുന്നെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിലുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാ പോരെ? ഇത് വളരെ സങ്കീർണമായ ജോഗ്രഫി, അവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ സാമുദായിക സംഘർഷം, അവിടുത്തെ ഇന്ത്യക്കാരും ഇന്ത്യയോട് ഒരുമിച്ച് നിൽക്കുന്നവരും ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്നവരും അടക്കമുള്ള പോരാട്ടം ഒരുപാട് ലെയറുകളിലാണ്. ഇതിനെ വെറും മതത്തിന്റെ അല്ലെങ്കിൽ കേവല വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ നമ്മൾ കൂട്ടിക്കെട്ടരുത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പാകിസ്ഥാനി തീവ്രവാദികൾക്കോ പാകിസ്ഥാൻ ഫണ്ട് ചെയ്ത തീവ്രവാദികൾക്കോ മതമാണ് പ്രശ്നമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? ഇവർ ഈ പറയുന്നത് വെറുതെയാണ്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാഫിറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇന്ത്യയുടെ ഉള്ളിൽ ഒന്ന് കൊല്ലേണ്ട ആവശ്യമുണ്ടോ? പാകിസ്ഥാനിൽ പോയി കൊന്നാൽ പോരെ? അങ്ങനെയല്ല, ഇത് സങ്കീർണമായ രാഷ്ട്രീയമാണ്. ഓർക്കുക, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന ഹിറ്റ്ലറോ സ്റ്റാലിനോ മാവോയോ പോൾപോട്ടോ ഒന്നും മതത്തിന്റെ പേരിലല്ല കൊന്നത്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഓർക്കുക, എന്നും തീവ്രവാദത്തിന്റെ പിന്നിൽ മതമല്ല, രാഷ്ട്രീയമാണ്. ഇസ്ലാം അല്ല, തീവ്ര ഇസ്ലാമിസമാണ്. ഹിന്ദു അല്ല, തീവ്ര ഹിന്ദുത്വയാണ്. അല്ലെങ്കിൽ സിഖ് അല്ല, തീവ്ര ഖാലിസ്ഥാനിയാണ്. നമ്മുടെ നാട്ടിലൊരു മാർട്ടിൻ കുറെ പേരെ ബോംബ് വെച്ച് പോകുന്നില്ലേ? മതമാണോ പ്രശ്നം? അല്ല, ഈ തീവ്ര തെറ്റായ രാഷ്ട്രീയ ആശയങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ.